ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. 19-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പുതിയ ചില കാര്യങ്ങൾ ചെയ്യും എന്ന് ആരംഭത്തിലെ ആത്മാവ് പറയുകയാണ്. ഈ വർഷം ചില നന്മകൾ നിങ്ങൾ കാണും. ഉണങ്ങി വരണ്ട് കിടക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് ഒരു നീക്കുപോക്ക് കർത്താവ് തരും. നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. മുടങ്ങിപ്പോയതും ഇന്നലകളിൽ കരഞ്ഞതും ഇന്നലകളിൽ ആഗ്രഹിച്ചതും 2025 ലഭിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതുമായ ചില നന്മകൾ ലഭിക്കാതെ പോയത് ഈ വർഷം ദൈവം നിങ്ങൾക്ക് നൽകും. ഭാരപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സാഹചര്യം അറിയുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടത് കരുതി നിങ്ങളുടെ ജീവനും വിശുദ്ധിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് സ്നേഹത്തോടും കരുണയോടും കൃപയോടും കൂടെ ഈ വർഷം നിങ്ങൾ നന്മ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞ ആ ഒരു പ്രവചന വാക്യമാണ്: മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ നിങ്ങൾ ഓർത്ത് ഇനിയും ദുഃഖിച്ചിരിക്കരുത്. 2025 ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എത്തിപ്പെട്ട് കാണത്തില്ലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ജോലി സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ സ്വസ്ഥതയോ സമാധാനമോ കൈവരിക്കാൻ ഇടയായി വന്നില്ലെന്നിരിക്കാം. എന്നാൽ മുമ്പുള്ളവയെ നീ നിരൂപിക്കേണ്ട, ഓർക്കണ്ട. പണ്ടുള്ളവയെ നീ നിരൂപിക്കേണ്ട. മുമ്പുള്ളത്, കഴിഞ്ഞ വർഷമുള്ളത് നീ ഓർക്കുകയേ വേണ്ട. ജീവിതത്തിൽ വന്ന തകർച്ചകളും പാളിച്ചകളും വേദനകളും ഒന്നും നിങ്ങൾ ഓർക്കണ്ട. അപ്പോൾ തന്നെ പണ്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ചതൊന്നും ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിരാശപ്പെട്ട് തകർന്ന് നിങ്ങൾ ഇരിക്കരുത്. ദൈവകൃപയുടെ വ്യാപാര ശക്തി തിരിച്ചറിഞ്ഞ് ആത്മീയ വിടുതലോട് ദൈവശക്തിയോട് കൂടെ നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി. നിങ്ങൾക്കു വേണ്ടി അടഞ്ഞ വാതിൽ ദൈവം തുറക്കും. കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞുപോയ ചില വഴികൾ, അടഞ്ഞുപോയ ചില മേഖലകൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകും. ഈ വർഷം നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഒരത്ഭുതമായി മാറും. നിങ്ങൾ ഒരു അതിശയമായി മാറും. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നുപോയത്. ഇവിടെ പറയുന്നത് പോലെ മരുഭൂമി ആയിരിക്കും, നിർജ്ജന പ്രദേശമായിരിക്കും നിങ്ങൾ ജീവിച്ചതും കടന്നുപോയ നിങ്ങളുടെ പാത, നിങ്ങളുടെ ജീവിതം. മരുഭൂമിയും നിർജ്ജന പ്രദേശം പോലെയുള്ള ഒന്നുമില്ലാതെ ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വർഷം മരുഭൂമിക്കകത്ത് ചില മുളകൾ പൊട്ടി പുറപ്പെട്ടത് വൃക്ഷമായി തണലായി മാറുന്നത് പോലെ, നീരുറവ ഒരുക്കി ദൈവം അതിനെ നനയ്ക്കുന്നത് പോലെ, മരുഭൂമിയിൽ വെള്ളം വരുമ്പോൾ അവിടെ പുല്ലുകൾ മുളച്ച് അത് പൂവും കായുമായി മാറുന്നത് പോലെ ഒരു ദൈവിക പദ്ധതി നിങ്ങൾക്ക് വേണ്ടി പുതുവർഷത്തെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിലെ പരാജയങ്ങളെയോ സങ്കടങ്ങളെയോ ഓർത്ത് ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ആയല്ലോ, കഴിഞ്ഞ നാളുകളിൽ ആ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയല്ലോ, എൻ്റെ കൊച്ചിന് അങ്ങനെ രോഗം വന്നല്ലോ, എൻ്റെ ഭർത്താവ് അങ്ങനെ ആയല്ലോ എന്ന് ഈ വർഷം നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങൾ ഒന്നിനാലും വറിയടാകാതെ ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് അങ്ങ് പോയാൽ മതി. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കഴിഞ്ഞ കാലത്തിലെ പരാജയങ്ങളോ സങ്കടങ്ങളോ പുതിയ വർഷത്തിൽ കൊണ്ടുവന്നിട്ട് അതിനൊരു കണ്ടിന്യൂസ് ആയ ഒരു ജീവിതം നീ നയിക്കാതെ പുതിയ ചില നന്മകളും അനുഗ്രഹങ്ങളും യേശു എനിക്ക് വേണ്ടി ചെയ്യും, യേശു എൻ്റെ പക്കൽ ഉണ്ട്, എൻ്റെ കർത്താവ് ഇന്നലകളിലെ എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് ഒരു ഉറപ്പും ധൈര്യവും നീ പ്രാപിച്ചാൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, നിങ്ങളുടെ ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിക്കകത്ത് ഉറവ ദൈവം ഒരുക്കും.
ആഗറും പൈതലും കൂടെ മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം കൊടുത്തുവിട്ട അടയും വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോൾ ആ മകൻ മരിക്കത്തക്ക നിലയിൽ മരുഭൂമി കിടന്ന് പിടയുമ്പോൾ അമ്മ മാറി നിന്നും പൈതലിന്റെ കണ്ണുനീരും മരണവും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, അബ്രഹാമിന്റെ ദൈവം ദൂതനെ ഇറക്കിയിട്ട് ഹാഗറിനും തൻ്റെ പൈതലായ ഇസ്മായിലിനും വേണ്ടി പൈതൽ കിടക്കുന്ന സ്ഥലത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഉറവ ആമെ പുറപ്പെടുവിച്ച് ആ പൈതലിൻ്റെ മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അമ്മയ്ക്ക് കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് തൻ്റെ കുഞ്ഞിൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കത്തക്ക നിലയിൽ ഒരു വഴി ദൈവം, ഒരു ഉറവ ദൈവം മരുഭൂമിയിൽ ഒരുക്കിയെങ്കിൽ ചിലതിൻ്റെ നാശം കാണാൻ, ചിലതിനെ തകർക്കാൻ, ചില കുഞ്ഞുങ്ങളെ വഴിയിൽ വെച്ച് ഒതുക്കിക്കളയാൻ, നിരാശപ്പെടുത്താൻ, തകർത്ത് കളയാൻ പിശാച് നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച് പോരാടി നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പുതിയ വർഷത്തിൽ ചിലതിനെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഉറവ ദൈവം പുറപ്പെടുവിക്കും. നീ മരിക്കാതിരിക്കാൻ ദൈവം ഒരു ഉറവ പുറപ്പെടുവിക്കും. നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ ഒരു ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുത്തക്ക നിലയിൽ ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൃപയോടും കൂടെ എൻ്റെ ദൈവമക്കളോട് ഇന്ന് രാവിലെ ഈ പുതുവത്സര ചിന്തയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രവചിച്ചു പറയുകയാണ്. മരുഭൂമിക്കകത്ത് ആഗറിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉറവ പുറപ്പെടുവിച്ച ദൈവം ഈ 2026 നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നീ ആയിരിക്കുന്ന, നിന്റെ മക്കളായിരിക്കുന്ന, നിന്റെ കുടുംബം കടന്നു പോകുന്ന ഈ മരുഭൂമിക്കകത്ത് ഒരു വഴി ദൈവം തുറന്നു തരാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഒന്നും കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യും ഈ വർഷം. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയതൊന്ന്. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്ന യഹോവഭക്തനു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആർക്കും പിടികിട്ടാത്ത നിലയിൽ, ആർക്കും ഇതുവരെ മനസ്സിലാകാത്ത ചില പുതിയ പാതകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെട്ടിത്തുറക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ആ വെളിപ്പാട് ഇങ്ങനെയാണ്. ഞാനൊരു വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകുകയാണ്. പക്ഷേ ആ വാഹനം പോകുന്ന മുമ്പോട്ടുള്ള പാതയിൽ അവിടെ ഒരു വഴിയില്ല. കല്ലുകളും കുഴികളും നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ വണ്ടി മുമ്പോട്ട് തന്നെ വിശ്വാസത്തോടെ ഓടിച്ചുകൊണ്ട് പോകുകയാണ്. പക്ഷെ എൻ്റെ വണ്ടി മുമ്പോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടെ പുതിയ റോഡ് ഉണ്ടായി വരുന്നതായി ഞാൻ ദർശനം കണ്ടു. എന്നതുപോലെ 2026 ചില കുടുംബങ്ങളെ നോക്കി, ചില മക്കളെ നോക്കി, ചില ജീവിത അനുഭവങ്ങളെ നോക്കി, ചില ദൈവദാസന്മാരെ നോക്കി ഞാൻ ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ്. നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുക, നിങ്ങൾ മുമ്പോട്ട് തന്നെ ആക്സിലേറ്റർ കൊടുക്കുക, നിങ്ങൾ മുമ്പോട്ട് തന്നെ മൂവ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് വഴി ഒരുക്കി നിങ്ങളുടെ യാത്ര സുഖകരമാക്കി തീർക്കാൻ, എത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് എത്തിക്കാൻ ഈ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, യേശു നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി 2026 പുതിയത് ചെയ്യും. പഴയതിനെ ഓർത്തു നീ നിരാശപ്പെടേണ്ട. ജീവിതത്തിൽ കഴിഞ്ഞുപോയ അവസ്ഥകൾ, പലരും നിന്നെ നിന്ദിച്ചില്ലേ, നീ ശരിയാകത്തില്ല, നീ ഗതി പിടിക്കത്തില്ല, നിന്റെ കുടുംബം നന്നാകത്തില്ല, നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ല, ജോലി കിട്ടത്തില്ല എന്ന് വീടിനകത്തു പോലും നിന്നെ നോക്കി പ്രസവിച്ചവരും ജന്മം തന്നവരും കൂടെ ജനിച്ചവർ വരെ പല്ല് ഞെറുമ്പി പറഞ്ഞത്, അത് നിന്നെ വല്ലാതെ തളർത്തിയ 2025 ആണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, മുമ്പുള്ളവയെ നീ ഓർക്കുകയേ വേണ്ട എന്ന് പറഞ്ഞാൽ, നിന്റെ ചിന്തയ്ക്കകത്തു പോലും നീ അനുഭവിച്ച വേദനയും തിരസ്കരണവും നൊമ്പരങ്ങളും ഇട്ടുകൊണ്ട് ഇനി ഈ പുതിയ വർഷത്തിൽ നീ ജീവിക്കരുത്. എല്ലാം മറന്നു കളയണം. മനസ്സിനകത്തുനിന്ന് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കണം. നിനക്കെതിരെ പറഞ്ഞതും, നിനക്കെതിരെ ഒരുക്കിയ കെണികളും, നിനക്കെതിരെ ഒരുക്കിയ പ്രയാസങ്ങളും എല്ലാം നീ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ആത്മാവിൽ നിങ്ങൾ മുമ്പോട്ട് പോകുക. കാരണം വേദപുസ്തകം പറയുന്നു, പുതിയത് കർത്താവ് ചെയ്യും. വിശ്വസിക്കാമോ? ഒരു പുതിയ വീട് കർത്താവ് തരും. പുതിയൊരു വാഹനം ദൈവം ഈ വർഷം തരും. പുതിയ ചില ദൈവിക വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് നൽകും.
ഈ വർഷക്കാലം യേശുവിൻ്റെ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാ, യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, യേശുവിനോട് കൂടെ നിങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കുന്നെങ്കിൽ, യേശുവിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, നിങ്ങൾ പഴയത് കൊണ്ടല്ല ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ, ദൈവികമായ വെളിപ്പാടുകൾ, പുതിയ വാതിലുകൾ, ഇതുവരെ കാണാത്ത രാജ്യത്തിൻ്റെ വാതിലുകൾ, ചില ജോലിയുടെ ഓപ്പർച്യൂണിറ്റികൾ, ഓഫർ ലെറ്ററുകൾ എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വ്യത്യാസം തരും. ആമേൻ. അത് ഇപ്പോൾ ഉത്ഭവിക്കും. വാക്യത്തെ വായിക്കുകയാണ്. ഇനി അത് 2027 ഉത്ഭവിക്കുന്നത്. നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് ഇപ്പോൾ അത് ഉത്ഭവിക്കും. ഈ ജനുവരി മാസം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അതെങ്ങനെയായിരിക്കും ആ വഴി തുറക്കുന്നത്? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഒരു വഴി തുറക്കും. വിശ്വസിക്കാമോ? ഒരു വഴി ദൈവം നിങ്ങൾക്ക് തുറക്കും. നിർജ്ജന പ്രദേശത്ത് നദികൾ പൊങ്ങി വരും. വഴി ഒരുക്കും. രാജ്യങ്ങളുടെ വഴി തുറക്കും. ജോലിയുടെ വാതിൽ തുറക്കും. കല്യാണത്തിന്റെ വാതിൽ തുറക്കും. വിദ്യാഭ്യാസത്തിന്റെ വഴികൾ ദൈവം തുറന്നു തരും. അപ്പോൾ തന്നെ വരണ്ട് ഡ്രൈ ആയി കിടക്കുന്ന മേഖലകളെ നനച്ച് അതിനെ നാം തണുപ്പിച്ച് അതിനെ ഒരു പച്ചയാക്കി മാറ്റാൻ, ആ പൂഴി നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നനവുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചില പുല്ലുകൾ കിളിച്ച് പുതിയ വിത്തുകൾ ഉണ്ടായി വരുന്നത് പോലെ ചില നന്മകൾ ഉണ്ടാകാനും, നിന്റെ ജീവിതയാത്രയിൽ തൊണ്ട വറ്റിപ്പോയി നീ തളർന്നു വീഴാതെ ഇരിക്കേണ്ടതിനും, നിർജ്ജന പ്രദേശത്ത് നിനക്ക് വേണ്ടി നദി ഒഴുക്കുന്ന ഒരു ദൈവം 2026 നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ചില വ്യക്തികളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ചില സാഹചര്യങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ചില ഡ്രൈ ആയ മേഖലകളെ കർത്താവ് ഇന്ന് പകൽക്കാലം തൊടുന്നു. ചില കുടുംബത്തിനകത്ത് ദൈവിക പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. നിരാശയോടല്ല, സന്തോഷത്തോടെ ദൈവസന്നിധി മുട്ടുമടക്ക്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു തരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക. മരുഭൂമിയിലെ വരണ്ട ജീവിതത്തെ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. മരുഭൂമിയിൽ നീരുറവ ഒരുക്കി തരുവാൻ കഴിവുള്ള, കരുത്തുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു? പുതിയതൊന്ന് എൻ്റെ കർത്താവ് എൻ്റെ വീടിനകത്ത് ചെയ്യുമെന്ന്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പുതിയ ചില വാതിലുകൾ, ഞാൻ ഇന്നലെ കണ്ടത് പ്രതീക്ഷിച്ചതൊന്നുമല്ല, പുതിയ ചില മേഖലകളിൽ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിൽ സ്തോത്രം പറയുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എങ്ങനെ പുതിയ വർഷത്തിൽ അനുഗ്രഹം അനുഭവിക്കാം, എങ്ങനെ പുതിയ വർഷത്തിൽ ചില നന്മകൾ കാണാൻ കഴിയും, എങ്ങനെ പുതിയ വർഷത്തിൽ പുതിയ ചില വിജയകരമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിയും, വളരെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. അതിന് 5 വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ മെസ്സേജിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെ പുതിയ വർഷം വിജയകരമാക്കി തീർക്കാം, അടഞ്ഞ ഉറവ എങ്ങനെ തുറന്നു കിട്ടും. ഇപ്പൊ എല്ലാം അടഞ്ഞു കിടക്കുക. ജോലി അടഞ്ഞു കിടക്കുന്നു, ആരോഗ്യം അടഞ്ഞു കിടക്കുന്നു, വീടിന്റെ പണി അടഞ്ഞു കിടക്കുന്നു, സ്വസ്ഥത അടഞ്ഞു കിടക്കുന്നു, സമാധാനം അടഞ്ഞു കിടക്കുന്നു, ആത്മീയ ശുശ്രൂഷകൾ അടഞ്ഞു കിടക്കുന്നു, ആത്മീയമായി വളരാൻ കഴിയാതെ എവിടെയൊക്കെയോ മൂല്യച്യുതികൾ സംഭവിച്ച് നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ പിശാച് കൊണ്ടിടാൻ നോക്കുന്നു. എന്നാൽ ആ വിഷയത്തിനകത്ത് എങ്ങനെ ഈ പുതിയ വർഷത്തിൽ അനുഗ്രഹം പ്രാപിച്ച് ഈ ഉറവ തുറന്നെടുക്കാൻ കഴിയും, നിർജ്ജനമായി ഇപ്പോൾ കിടക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് എങ്ങനെ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും, 5 വിധത്തിലുള്ള ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് നൽകി എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ വിഷയമാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ പുതിയതായി തീർത്തിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി. നീ ക്രിസ്തുവിൽ വന്നാ മതി, ക്രിസ്തുവിൽ ജീവിച്ചാ മതി, ക്രിസ്തുവിൽ നടന്നാ മതി. പഴയതൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു കളഞ്ഞിട്ട് പുതിയ ചില നന്മകളും വഴികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരും. അതിന് നീ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതി പറയാണ്, നീ ക്രിസ്തുവിൽ വരണമെന്ന്.
യേശുവിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ 2026 ഈ പുതിയ വർഷം ദൈവം നിനക്ക് ആയുസ് തന്ന് ഈ വർഷത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ നീ വളരാൻ വേണ്ടിയാണ്. ക്രിസ്തു എന്ന തലയോളം നീ വളരാൻ വേണ്ടിയാണ്. ഇവിടെ വായിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇനി പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല, പഴയ സ്വഭാവങ്ങൾ പറ്റത്തില്ല, പഴയ രീതികൾ പറ്റത്തില്ല, പഴയ ആരാധന പറ്റത്തില്ല, പഴയ ചിന്ത പറ്റത്തില്ല. പുതിയത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണം. ഇന്നലകളിലെ പഴയ ജീവിതം നമ്മൾ ഉരിഞ്ഞു കളയണം, വലിച്ചെറിയണം. മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിലാണെങ്കിൽ അടുത്ത 40 വർഷം അയ്യപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടുള്ളതാണ്. അടുത്ത 40 വർഷം ഇസ്രായേൽ മക്കളെയും കൊണ്ട് മരുഭൂമി പാരായണം നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ 40 കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ 40 കഴിഞ്ഞപ്പോൾ മോശയോട് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: നീ അടുത്തു വരരുത്, ഇത് വിശുദ്ധമായ സ്ഥലമാണ്. അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് അല്ല, ഒരാത്മീയ അർത്ഥം പറയുകയാണ്. യഹൂദന്മാരുടെ ചെരുപ്പ് എന്ന് പറയുന്നത് കാലിലിട്ടിട്ട് അത് വരിഞ്ഞ് കെട്ടി മുട്ടിൻ്റെ അവിടം വരെ വാറുകൊണ്ട് കെട്ടുമായിരുന്നു. അങ്ങനെയുള്ള ചെരുപ്പാണ് യഹൂദന്മാരുടെ ചെരുപ്പ്. നമ്മുടെ ചെരുപ്പുകൾ പലതും നമുക്കറിയാം, പല രീതിയിലും മോഡലുകളൊക്കെ ഉള്ള ചെരുപ്പുകളുണ്ട്. എന്നാൽ മോശയോട് ദൈവം പറഞ്ഞത് കാലിൽ കെട്ടിയിരിക്കുന്ന ചെരുപ്പ്, ബാറുകൊണ്ട് കെട്ടിയിരിക്കുന്ന ആ ചെരുപ്പ് നീ അഴിച്ചു കളയണം, ഇത് വിശുദ്ധമാണ് എന്നുള്ളതാണ്. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ചെരുപ്പിനെ ഉദ്ദേശിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ 40 വർഷം താൻ കടന്നുപോയ അവസ്ഥകൾ അത് വലിച്ചെറിയണമെന്നാണ്. മോശയ്ക്ക് ദേഷ്യം കൂടുതലായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇടിച്ചു കൊല്ലുന്ന സ്വഭാവം മോശയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു എബ്രായനും അതുപോലെ തന്നെ ഒരു മിസ്രൈമ്യനും കൂടെ അടിയുണ്ടായപ്പോൾ എബ്രായനെ രക്ഷിക്കാൻ വേണ്ടി മിസ്രൈമ്യനെ ഇടിച്ചു കൊന്നത്. ദേഷ്യം, മൂക്കിൻ്റെ അറ്റത്തിരിക്കുന്ന ദേഷ്യം. പുതിയ വർഷത്തിൽ ഞാൻ ആത്മാവി പറയാം, നീ പുതിയ സൃഷ്ടിയാകണം. നിന്റെ മൂക്കിൻ്റെ അറ്റത്തിരിക്കുന്ന ദേഷ്യം നീ കളയണം. മക്കളോട് കോപിക്കുന്ന, ഭാര്യയോട് വഴക്കിടുന്ന, ദേഹോപദ്രവം നടത്തുന്ന, എന്നിട്ട് നീ വേദപുസ്തകം എടുത്ത് നടക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് നീ പുറത്തു വരണം. കുടുംബത്തിനകത്ത് സൗമ്യതയോടെ ജീവിക്കണം. മക്കളോടും ഭാര്യയോടും ഭർത്താവോടും മാതാപിതാക്കളോടും വളരെ ലളിതമായും ആത്മീയമായ നിലയിൽ നീ ജീവിക്കണം. വലിച്ചെറിയേണ്ടതിന് നീ ദൂരെ വലിച്ചെറിയണം. ചെരുപ്പ് വലിച്ചെറിയുന്നത് പോലെ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് അടുപ്പിക്കാൻ കഴിയാതെ, ദൈവസാന്നിധ്യവുമായിട്ട് അടുക്കാൻ കഴിയാതെ, ഹോരേബിൽ മുൾപടർപ്പിക്കത്തുന്ന തീടടുക്കലേക്ക് മോശയ്ക്ക് എത്തിപ്പെടാൻ തടസ്സമായി നിന്ന ചെരുപ്പാണെങ്കിൽ ആ ചെരുപ്പിനെ മോശ എടുത്തെറിയുന്നത് പോലെ, വലിച്ചെറിയുന്നത് പോലെ ജീവിതത്തിൽ നന്മയ്ക്ക് വിരോധമായി, ശുശ്രൂഷയ്ക്ക് വിരോധമായി, ആത്മീയ നന്മയ്ക്ക് വിരോധമായി, കർത്താവുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ, നിന്റെ കാലിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ അഴിച്ചു കളഞ്ഞിട്ട് പുതിയ ജീവിതം ആരംഭിക്കണം, പുതിയ സൃഷ്ടിയാകണം. അങ്ങനെയെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. പുതിയ സൃഷ്ടിയായുള്ള ഗുണം കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, 17-ാമത്തെ വാക്യത്തിൽ, അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പിന്നെയും പഴയത് ഇല്ല, പഴയത് അത് കഴിഞ്ഞു. അത് പാപമായാലും അത് കഴിഞ്ഞു, രോഗമാണെങ്കിലും അത് കഴിഞ്ഞു, ശാപമാണെങ്കിലും അത് കഴിഞ്ഞു. കാരണം നീ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്? പുതിയ വർഷത്തിൽ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. ഇനി നിന്റെ നടപ്പ് പുതിയതാണ്, നിന്റെ ജീവിതം പുതിയതാണ്, പ്രാർത്ഥന പുതിയ രീതിയാണ്, ആരാധന പുതിയ നിലയിലാണ്. കാരണം പഴയതിനെ വലിച്ചെറിഞ്ഞിട്ട്, മോശ ചെരുപ്പ് വലിച്ചെറിഞ്ഞതുപോലെ ജീവിതത്തിൽ ചിലത് വലിച്ചെറിയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഒന്നാമത്, പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞ മോശയെ പോലെ നമ്മുടെ പഴയതിനെ വലിച്ചെറിഞ്ഞിട്ട് പുതിയ സൃഷ്ടിയാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും. 2, വേദപുസ്തകത്തിൽ കാണുന്നു, യെഹെസ്കേലിന്റെ പ്രവചനം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം എടുത്ത് വായിക്കണേ. ആമേൻ. ഈ മെസ്സേജിന് ഒരു പരിമിതമായ സമയമുള്ളത് കൊണ്ട് എല്ലാ വാക്യങ്ങളും എടുത്തു വായിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ തുറന്ന് ഇന്ന് പകൽ ഇത് വായിക്കൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ആദ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ, ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് നിത്യതയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ദൈവം ഒരു വഴി തുറക്കണമെങ്കിൽ, നിങ്ങൾ പഴയതിനെ കളഞ്ഞ് പുതിയ സൃഷ്ടിയാകണം.
അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറയുകയാണ് യെഹെസ്കേൽ 36:26 പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കണം. നമ്മുടെ ഉള്ളിൽ എന്തോ വേണം? പരിശുദ്ധാത്മാവ് വേണം. യേശു കർത്താവ്, ഞാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ 2026 നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ് മുഴുവനും സത്യത്തിൽ നിങ്ങൾ നടക്കാൻ, സത്യത്തിൽ ഇടപെടാൻ, സത്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരണമെന്ന്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടാകും, സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. മൂന്നാമത്തെ വിഷയം മത്തായിയുടെ സുവിശേഷം 6:33 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ സകലതും തരുമെന്ന്. 2026 ആരംഭ ദിവസത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മൂന്നാമത്തെ മാനദണ്ഡമാണ്, നിങ്ങൾ ഭൗതികതയല്ല ആഗ്രഹിക്കേണ്ടത്, മുമ്പേ അവന്റെ രാജ്യം അന്വേഷിക്കണം, അവന്റെ നീതി അന്വേഷിക്കണം. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും നീ അന്വേഷിക്കുന്നെങ്കിൽ സകലതും ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചോദിക്കുന്നത് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നിങ്ങളെ വഴി നടത്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന്, അപ്പൻ മക്കൾക്ക് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കാതെ, മീൻ ചോദിക്കുമ്പോൾ പാമ്പിനെ കൊടുക്കാതെ, മുട്ട ചോദിക്കുമ്പോൾ തെളിനെ കൊടുക്കാതെ നല്ലത് കൊടുക്കുന്നത് പോലെ ഈ വർഷം നിങ്ങൾക്ക് നല്ലത് ദൈവം തരും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭൗതിക നന്മയൊക്കെ കൊണ്ട് ഓട്ടമല്ല, നിങ്ങൾ നിങ്ങളുടെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം നിങ്ങൾ അന്വേഷിക്കണം, ദൈവത്തിന്റെ നീതി നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ഈ വർഷം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നാലാമത്തെ വിഷയം ആവർത്തന പുസ്തകം 28-1 അവിടെ ഇങ്ങനെ കാണുന്നു: ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ദൈവം നമ്മോട് പറയുന്നത് അനുസരിക്കണം. ആവർത്തന പുസ്തകം 28-1 വായിക്കുന്നു: ദൈവത്തിന്റെ കൽപ്പന നീ അനുസരിച്ചാൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുഴയ്ക്ക് തൊട്ടി എണ്ണയിരിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടും, നിന്റെ പേര് പിറപ്പ് അനുഗ്രഹിക്കപ്പെടും. ഒന്നും കൊണ്ടും നീ നാശം അനുഭവിക്കുകയില്ല. നിന്റെ ശത്രുക്കൾ നിന്റെ മുമ്പിൽ തോറ്റോടും. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിന്നാ മതി, ദൈവത്തിന്റെ വാക്ക് നീ അനുസരിച്ചാൽ മതി, ദൈവവചനത്തിൽ നീ അനുസരണമുള്ളവനായി തീർന്നാൽ ഈ വർഷം നിങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? ആവർത്തനം 28:1-10 വരെ നിങ്ങൾ വായിക്കൂ. അങ്ങനെ നിങ്ങൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ദൈവം സിദ്ധിക്കും. ആ അനുഗ്രഹം ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇട്ടുകൊടുക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹം വിട്ടുമാറത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയിൽ നിങ്ങൾ നിൽക്കണം. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ അനുഗ്രഹത്തിനുള്ള വഴി എന്ന് പറഞ്ഞത് സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കണം. എല്ലാം ഇങ്ങോട്ട് കിട്ടട്ടെ, എനിക്കും എൻ്റെ മക്കൾക്കൊന്നും പറഞ്ഞ് ജീവിക്കരുത്. സഹജീവികളോട് കരുണ കാണിക്കണം. ഈ പുതിയ വർഷത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവം നിനക്കുണ്ടായിരിക്കണം. പാവങ്ങളോട് നിങ്ങൾ ദയ കാണിക്കണം. നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ഒരു പാവം പിടിച്ച വ്യക്തിയാണെങ്കിൽ, അരി വാങ്ങിക്കാൻ പണമില്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. നല്ല വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന നിലയിലുള്ള ഹെൽപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. കാരണം ഒരിക്കൽ കർത്താവ് പറഞ്ഞില്ലേ, ഈ എളിയവർക്ക് ചെയ്തത് നീ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന്. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കഴിപ്പാൻ തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചിന്തിച്ചു, ദൈവം യേശു എപ്പോഴാണ് ദാഹിച്ചിരുന്നത്, യേശു എപ്പോഴാണ് വിശന്നിരുന്നത്? അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഈ എളിയവർക്ക് ചെയ്തത് നീ എനിക്ക് ചെയ്തിരിക്കുന്നു. 2026 വെട്ടിപ്പിടിച്ചും കൂട്ടിവെച്ചും സമ്പാദിച്ചും ധനികനായി ജീവിക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. ദൈവത്തെ നന്മ വാങ്ങിക്കണം, നല്ലതാണ്. കൂട്ടിവെക്കണം, നല്ലതാണ്. നശിപ്പിച്ച് കളയരുത്, അത് വേറൊരു വശമാണ്. പക്ഷെ നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണ ഉണ്ടാകണം. 2026 പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളാൽ കഴിയുന്ന നിലയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. മറ്റൊന്ന്, നിങ്ങൾ ആരാധിക്കുന്ന സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആലയത്തിനെ നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. ആലയത്തെ നിങ്ങൾ പണിയണം. ആലയത്തിന് കുറവുകൾ നിങ്ങൾ നികത്തണം. ആലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ചുമൽ കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതിയ വർഷം അഭിവൃദ്ധി ഉണ്ടാകും. കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ച് കാണുന്നത്, സഹോദരങ്ങളെ നീ സഹായിക്കണം. ചില ഭവനങ്ങളിൽ കൂടെ പിറന്ന സഹോദരങ്ങളെ പോലും തിരിഞ്ഞു നോക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ നീ കരുതണം. അവരുടെ വേദനകൾ നീ അറിയണം. അവരുടെ കഷ്ടതകൾ നീ അറിയണം.
അവർക്ക് വേണ്ടി നീ കൂട്ടുനിൽക്കണം. കൂട്ടുവിശ്വാസികളോട് കരുണ കാണിക്കണം. ഒരുമിച്ച് ആരാധിക്കുന്നവരോട് കരുണ കാണിക്കണം. നീ ആരാധിക്കുന്ന പള്ളിയിൽ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ ബലഹീനപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. കർത്താവ് പറയുകയാണ്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കൂ. അവിടെ അത് എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങൾ തുറന്നു നോക്കൂ. 4-ാമത് സന്തോഷത്തോടെ കൊടുക്കേണ്ടത് ആർക്കാണ്? ദൈവത്തിന് കൊടുക്കണം. ദൈവം നമുക്ക് നന്മ തന്നാൽ അത് ദൈവത്തിന് കൊടുക്കണം. പഴയ നിയമത്തിൽ 10-1 ദൈവത്തിന് കൊടുക്കണം. പുതിയ നിയമത്തിൽ ഓഹരി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് സമ്പത്ത് തരുമ്പോൾ അത് ദൈവത്തിന് കയ്യിൽ നീ തിരികെ കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാത്തത് നീ ദൈവത്തിന് മോഷ്ടിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് പുതിയ വർഷത്തിൽ, ഈ വർഷത്തിൽ നിന്റെ കലവറ നിറഞ്ഞു കവിയാൻ, നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ പേഴ്സ് കാലിയാകാതിരിക്കാൻ, നിന്റെ അക്കൗണ്ട് 0 ആയി മാറാതിരിക്കാൻ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടായിരിക്കണം. കർത്താവ് തരുന്ന നന്മ അത് കർത്താവിൻ്റെ കയ്യിൽ തിരികെ കൊടുക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ അലമാരിക്കകത്ത് ഒരു പാത്രം ഇരിപ്പുണ്ട്. ദൈവം എനിക്ക് തരുന്ന നന്മയുടെ ഒരു ഓഹരി. 1000 രൂപ എനിക്ക് തന്നാൽ അതിൽ ദൈവം എനിക്ക് നിയോഗിക്കുന്ന ഒരു പണം അതിനകത്തുനിന്ന് ഞാൻ ആ ബോക്സിനകത്ത്, ആ പാത്രത്തിനകത്ത് ഞാൻ ഇടും. കാരണം കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കണം. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ തുടങ്ങി. എൻ്റെ വലിയ കടഭാരങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എൻ്റെ സാഹചര്യങ്ങൾക്കെല്ലാം ദൈവം വ്യത്യാസം വരുത്തി. ഇന്നും ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ കഴിക്കുന്നത്, കുടിക്കുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ദൈവം തരുന്നതിൻ്റെ ഓഹരി ദൈവത്തിന് കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരനുഭവം പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഈ സന്ദേശം കേട്ടത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൂത് ഈ പകൽക്കാലം നിങ്ങൾ കേട്ടല്ലോ. അതിൽ വ്യത്യസ്തമായ നിലയിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. അപ്പോൾ പുതിയ വർഷത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഈ സന്ദേശം കേട്ടത്. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കകത്തിട്ട് തന്ന വെളിപ്പാട് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം. ഈ 5 കൂട്ടം കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാൽ, അതായത് പുതിയ നിങ്ങൾ സൃഷ്ടിയാകുക, പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കുക, ദൈവരാജ്യവും അത് നീതിയും നിങ്ങൾ അന്വേഷിക്കുക, ദൈവത്തെ നിങ്ങൾ അനുസരിക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടഞ്ഞുപോയ ഉറവകൾ, അനുഗ്രഹങ്ങൾ സ്വർഗം തുറന്നു തരും. അത് വിശ്വസിക്ക്. ദൈവം നിങ്ങളെ മാനിക്കും. അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നൊരു വാക്ക് ഈ പുതിയ ദിവസം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നന്മ വെളിപ്പെടും. ഉറവ നിങ്ങൾ കാണും. അടഞ്ഞുപോയത് തുറന്നു വരും. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ പ്രോമിസിനായി സ്തോത്രം. പുതിയ വർഷത്തിൽ ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. ഈ ജനുവരി മാസം 1-ാം തീയതി രാവിലെ ദൈവം ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കുകൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ കർത്താവെ എവിടെയൊക്കെ അടഞ്ഞുപോയ ചില വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ അങ്ങ് മതിയായവനാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത് തുറക്കും. നീരുറവ് ഒഴുകും, മരുഭൂമിയിൽ വെള്ളം കാണും എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ചിന്തിക്കേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. കർത്താവെ, ഞങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ യേശുവിൽ ഞങ്ങൾ വരാൻ, പുതിയ സൃഷ്ടിയാകാൻ, ക്രിസ്തുവിൻ്റെ ശക്തി ഞങ്ങൾ പ്രാപിക്കാൻ, കർത്താവെ, ഞങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ച് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾ ഉള്ളിലാക്കി അങ്ങ് പറയുന്നത് അനുസരിച്ച് ഈ വർഷം നടക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കർത്താവെ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വരെ മാനിക്കണം.
നന്മ കൊണ്ട് നിറയ്ക്കണം. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇവരുടെ കുടുംബത്തിൽ നന്മ കൊടുക്കണം. ഒന്നിനാലും ഇവർ ഭാരപ്പെടാൻ സ്വർഗം അനുവദിക്കരുത്. വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പൈശാചിക കെട്ടുകൾ എല്ലാം ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ഈ പുതിയ വർഷത്തിൽ പുതിയ നന്മ കാണട്ടെ. പുതിയത് കർത്താവ് ചെയ്യുമല്ലോ, അത് സംഭവിക്കട്ടെ കർത്താവേ. പുതിയ ചില ദൈവിക പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവേ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 2025 ദൈവം മനോഹരമായ നിലയിൽ കർത്താവിൻ്റെ കൃപയാൽ എല്ലാ ദിവസവും രാവിലെ പ്രഭാത സന്ദേശത്തിൽ കൂടെ നിങ്ങളെ സംസാരിക്കാൻ കർത്താവ് ഞങ്ങൾ കൃപ ചെയ്തു. പുതിയ വർഷത്തിലും ദൈവം ആക്കി വയ്ക്കുന്ന മേഖലകളിലൊക്കെ അധികം ശക്തിപ്പെടേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുക. ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. വലിയ കാര്യങ്ങൾ കർത്താവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവ് നിങ്ങൾക്ക് വലിയ നന്മകൾ തരട്ടെ. നിങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. കർത്താവിൻ്റെ കൃപ മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരും. ആമേൻ.